ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ് അല്ല കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു പുതിയ ന്യൂസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ബിരുദക്കാർക്കും അപേക്ഷിക്കാം, വിജ്ഞാപനം പരിഷ്കരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമാവും, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനുള്ള വിലക്ക് നീക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ലെന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി വിജ്ഞാപനം പരിഷ്കരിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദധാരികൾ അപേക്ഷിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥയോടെ 2020 പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവിനെ ചൊല്ലിയായിരുന്നു തർക്കം. സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചതു നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. പിന്നീട് സർക്കാരും PSCയും നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിനുള്ള സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചുള്ള നിയമന യോഗ്യതയാണ് ബാധകമാക്കിയതെന്നും സർക്കാരും PSCയും വാദിച്ചു. എന്നാൽ സർവകലാശാലകൾക്കു പ്രത്യേക ചട്ടങ്ങൾ ഉള്ളതിനാൽ സർക്കാരിനോ PSCക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ലെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വാദം. സർക്കാരിന്റെ നടപടി സതുദ്ദേശപരമാണെങ്കിലും നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ബിരുദധാരികളെയും അപേക്ഷിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൈക്കോടതി ഉത്തരവ് PSCയുടെ നിയമവിഭാഗം പരിശോധിക്കുകയാണ്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് PSC അധികൃതർ അറിയിച്ചു. ഇതിനിടെ ഹൈക്കോടതി വിധിയിൽ അവ്യക്തതയുണ്ടെന്നും നിലവിലുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിലെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആവശ്യപ്പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, വിധി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപേ 2022 ഡിസംബർ 31 സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. കോമൺ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. 2023 ഓഗസ്റ്റ് 5, 19, സെപ്റ്റംബർ 9, 23, ഒക്ടോബർ 29 തീയതികളിലായിട്ട് നടത്തിയ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള അർഹതാ ലിസ്റ്റ് 2023 ഡിസംബർ 23 പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 2024 ഫെബ്രുവരി 7 മെയിൻ പരീക്ഷ നടത്തി. സെപ്റ്റംബർ 19 സാധ്യതാ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റിൽ 1099 പേര്, സപ്ലിമെന്ററിയില് 1178 പേര്, ഭിന്നശേഷി ലിസ്റ്റില് 44, അങ്ങനെ മൊത്തത്തില് 2321 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലെ 215 ഒഴിവുകൾ വിവിധ സർവകലാശാലകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സുകൾ. അപ്പൊ ഇത് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. അതിൽ സർവകലാശാലകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് പോവുക. അതായത് നമ്മൾക്ക് ചാൻസുകൾ കൂടുകയാണ്. 2025 ബിരുദധാരികളെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണെന്ന് പറയാം. സർവീസിൽ കയറാതെ, ഏത് സർവീസ് എന്നുള്ളതല്ല, സർവീസിൽ കയറാനുള്ള നല്ലൊരു അവസരമാണ് എല്ലാ തരത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ HSA വരുന്നുണ്ട്, ഒരുപാട് മേഖലകളിലുള്ള എക്സാമുകൾ വരുന്നുണ്ട്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക.
ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ നോക്കി അതിനെ നന്നായി വിലയിരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു.